ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ചെറിയൊരു വിഷമം വരുന്നൊരു വീഡിയോയാണ്. കാരണം ഓണത്തിന് വേണ്ടി ഏത്തവാഴ കൃഷി ചെയ്ത ഒരു 250 വാഴയോളം വരും. അതിൻ്റെ പകുതി തന്നെ കാറ്റ് വീശി മൊത്തം ഒടിഞ്ഞു കിടക്കുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടേക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇത് പിന്നെ ഏത് വെറൈറ്റിയാ? ഇത് ഞാൻ ഇവിടുന്ന് മുമ്പ് സൊസൈറ്റിയിൽ നിന്ന് കൊണ്ടുവന്നിരുന്ന തലമുറ അതിന് പിടിച്ചിട്ടോണ്ടിരിക്കുക. ബാക്കി അപ്പൊ എല്ലാ വർഷവും നല്ല കൊല എടുക്കുന്നതാണോ ഇത്? എല്ലാ വർഷവും എടുക്കും. നല്ല കൊല കിട്ടുന്നോ? ഓ, എത്ര കിലോ ഒക്കെ വരുന്നതായിരുന്നു ഒരു കൊല? 10 കിലോ 10 കിലോ 12 കിലോ 12 കിലോ ഒക്കെ വരുന്ന ഇതായിരുന്നു. അത് വാഴ നല്ല വളം ചെയ്യാൻ രാസവളമല്ല, പുള്ളി ചാണകപ്പൊടി. ഇതിപ്പോ മെനഞ്ഞാന്ന് രാത്രിയിലെ കാറ്റോ? അയ്യോ, കറണ്ടും ഇല്ല. ഇതിന്റെ കൊല ഇത് കണ്ടോ? കണ്ടു. ഇനി ഇത് മാറ്റിയിട്ട് ഇല്ല, ഹൈറ്റ് പറഞ്ഞ വന്ന വാങ്ങാന്ന് വിചാരിച്ചു. ഏതാ മഞ്ചേരിക്കുള്ളതിന് മേടിച്ച് കിടാന്നോ? കാറ്റ് പിടിക്കാതിരിക്കേ. എന്ത് പ്രതീക്ഷയോടുകൂടി കർഷകൻ ചെയ്ത കൃഷിയാണിത്. ഉണക്കത്ത് വെള്ളം കോരി അതിനെ പരിപാലിച്ച് 8 മാസം നോക്കി കൊലനാമ്പ് വരുന്നു എന്നുള്ളതെല്ലാം നോക്കി ഏതാണ്ട് കൊലനാമ്പ് ഉൾപ്പെടെയാണ് മറിഞ്ഞിരിക്കുന്നത്. അതും എന്ത് വെയിറ്റുള്ള കൊല വരുന്ന ഒരു വാഴയാണെന്നറിയും. അപ്പം ആ കർഷകൻ്റെ സങ്കടം പറയാനുണ്ടോ? ഇനി കർഷകൻ പറയുന്നത് പൊക്കം കുറഞ്ഞ വാഴകൾ നോക്കി തിരഞ്ഞെടുത്ത് കൃഷി ചെയ്യാം, കാലാവസ്ഥ എപ്പോഴാണ് ചതിക്കുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം പൊക്കം കുറഞ്ഞ വെറൈറ്റി ആയിട്ടുള്ള മഞ്ചേരിക്കുള്ള ഇപ്പം ഒരുപാട് കർഷകർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഈ കർഷകനും അത് തന്നെ യൂസ് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് അദ്ദേഹത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരാം. അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.